ഇപ്പം കോടതി ആ കാര്യത്തിനകത്ത് പറഞ്ഞത് ഇപ്പം മാർച്ച് മാസത്തിലെ ഏറ്റവും വലിയ പ്രസിംഗായ കാര്യങ്ങൾ കഴിഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ അന്ന് ആ പണം കിട്ടേണ്ട പണം തന്നെയാണ്. അതിനകത്ത് 1 രൂപ പോലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 രൂപ പോലും അധികമായിട്ട് കിട്ടിയതല്ല, 1 രൂപ പോലും അധികമായിട്ട് തന്നില്ല. പക്ഷേ കോടതി പോയതിൻ്റെ പേരിൽ തടഞ്ഞു വെക്കാനായിട്ട് കേന്ദ്രം ശ്രമിച്ചു. അവരെന്തും ചെയ്യുമെന്നുള്ളതിന് ഉറപ്പാണല്ലോ. ഇപ്പം കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ അക്കൗണ്ട് ഇതുവരെ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടാത്ത ഫണ്ടിനേക്കാളും കൂടുതലായിരിക്കും ക്ലെയിം കൊടുത്തേക്കുന്നത്. ഓരോ സമയത്തും അതൊന്നും ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇ ഡി പേടി എന്നൊക്കെ പറയുന്ന പ്രയോഗം തന്നെ വരികയാണല്ലോ. EDA ഉപയോഗിക്കുന്നു, മറ്റ് ഏജൻസികളെ ഉപയോഗിക്കുന്നു, ധാരാളം കാര്യങ്ങൾ വരിക. അങ്ങനെയൊക്കെ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് നമ്മൾ ആവശ്യപ്പെട്ടതിനകത്ത് പണം തന്നില്ല, തരുമെന്നുള്ള ഞാനീ പറഞ്ഞ പോലെ സുപ്രീം കോടതി നിങ്ങളങ്ങനെ ഒരു പെറ്റീഷൻ തന്നതിൻ്റെ പേര് പണം കൊടുക്കാതിരിക്കുന്ന സമീപനം ശരിയല്ല എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ പണവും തരില്ല എന്ന് പറഞ്ഞാൽ 13,000 കോടി കിട്ടിയില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ പ്രവർത്തനവും തടസ്സപ്പെട്ടതിന്. ആ സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ അന്ന് ആ പണം കിട്ടി, തൽക്കാലം പ്രശ്നങ്ങൾ പരിഹരിച്ചല്ലോ എന്നുള്ളതാണ് ആ സമീപനത്തിൽ. ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായി ഞാൻ വായിച്ചില്ല, ജഡ്ജ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് വന്നിട്ടില്ല, കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ കേസ് കേട്ട് വരുവാണെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിനകത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം വരും. ഞങ്ങൾ പറഞ്ഞെന്താ, ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ഒരു 10,000 കോടിയെങ്കിലും തുക കോടതി തീരുമാനിക്കും, ആ പണം തരണം, സബ്ജക്റ്റ് ടു ദി ഫൈനൽ ഡിസ്പോസൽ ഓഫ് ദി സ്യൂട്ട്. അന്നേരം തരേണ്ടതല്ലെന്ന് കണ്ടാൽ 2-3 വർഷമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് പിടിക്കുകയും ചെയ്താൽ ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് 1 രൂപ പോലും കൊടുക്കരുത്, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളെല്ലാം വരും. ന്യായമുണ്ടോയെന്നല്ല കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത്, ന്യായമുണ്ടോ ഇവർ പറയുന്നതിൽ എന്നുള്ളതല്ല. എല്ലാ സ്റ്റേറ്റും പെറ്റീഷൻ കൊണ്ടുവരുമെന്ന്. എല്ലാ സ്റ്റേറ്റും പെറ്റീഷൻ കൊണ്ടുവരുവാണെങ്കിൽ ന്യായമുള്ളത് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എല്ലാ സ്റ്റേറ്റും പെറ്റീഷനും കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങൾ ഇത് കേട്ട് കൊടുത്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു അപകടം ഉണ്ടാവും എന്ന സമീപനമാണ് കേന്ദ്രം പറഞ്ഞത്. കേന്ദ്രം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ അതിശക്തമായ ഒബ്ജക്ഷൻ ഇക്കാര്യത്തിൽ വന്നിരുന്നു. ആ ഒബ്ജക്ഷൻ്റെ പ്രശ്നം ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ ഇവർ ആ പണം തരാത്ത പ്രശ്നം ഉണ്ട്. ആ ന്യായമായ പണം അവരനുവദിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സമീപനം തയ്യാറാവുന്നില്ല. സ്വാഭാവികമായിട്ട് ആ പണം കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. ഇത്രയും കിട്ടേണ്ടതാണ്. നേരത്തെ തന്നെ നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിന് 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നത് ആകെ കേന്ദ്രം താഴോട്ട് കൊടുക്കുന്നതിൻ്റെ 3.8% എന്ന് പറഞ്ഞാൽ 100 രൂപയിൽ 3 രൂപ 80 പൈസ സ്റ്റേറ്റിനുണ്ടായിരുന്നു. ഇപ്പോൾ അത് 1.9 ആക്കി. എന്ന് പറഞ്ഞാൽ 100 രൂപയിൽ 1 രൂപ 90 പൈസയേ ഉള്ളൂ. 1 രൂപ 90 പൈസ എന്ന് പറഞ്ഞാൽ ഈ വർഷം കിട്ടുന്നത് 21,000 കോടിയാണ്. 3 രൂപ 80 പൈസയായിരുന്നെങ്കിൽ അപ്പം 42,000 കോടി കിട്ടിയേനെ. ഈ 42,000 കോടി കിട്ടാതെ 22,000 കോടി കുറഞ്ഞു എന്നുള്ളതാണ് കേന്ദ്ര വിഹിതത്തിൻ്റെ ഡിവിഷനിൽ വന്നേക്കുന്ന കുറവ്. അതിനൊപ്പമാണ് മറ്റ് ബോറോയിങ്ങും മറ്റ് കാര്യങ്ങളും കുറയ്ക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും സാമ്പത്തികമായി, യാതൊരു സംശയവുമില്ല. എന്നാലും ആ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ തരണം ചെയ്ത് പോകാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ജനങ്ങളുടെ അടുത്ത് ഈ എല്ലാ കാര്യവും പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ സാധാരണ പ്രവർത്തിക്കുന്നത്. ജനങ്ങളെ ആ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ കാര്യം നേരിടും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേസ് കേൾക്കുമ്പോൾ കുറേ കൂടി കാര്യങ്ങൾ പുറത്തേക്ക് വരും, അവർക്ക് മനസ്സിലാവും. ആ കോടതിയുടെ കൃത്യമായ ഒരു പരിശോധനയിൽ കൂടി കുറച്ചുകൂടി ന്യായം വരും. പിന്നീട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെയുള്ള ഒരു സാഹചര്യം എല്ലാം ആവണമെന്നില്ലല്ലോ, വലിയ മാറ്റം ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമെന്നാണല്ലോ കാണുന്നത്. അല്ലെങ്കിൽ പിന്നെ അവസാന നിമിഷം 11ാം മണിക്കൂറിൽ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ 400 സീറ്റങ്ങ് ജയിക്കുമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും പിടിച്ച് ജയിലിലിടുകയും എല്ലാ പാർട്ടിയുടെയും അക്കൗണ്ട് പിടിക്കുകയും എല്ലാവരെയും വഴി നടക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കഴിയുമ്പം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഓരോ സ്റ്റേറ്റും അവരുടെ പ്രശ്നങ്ങളെല്ലാം ഉന്നയിക്കുമല്ലോ, അതനുസരിച്ചുള്ള കാര്യങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 10,000 കോടിയോളം ഇൻ്റർനെറ്റ് റിലീഫ് കിട്ടും എന്നാണ് ഞങ്ങളുടെ ശക്തമായി ഈ കാര്യങ്ങൾ കണക്ക് വെച്ചിട്ട് തന്നെ പറഞ്ഞിരുന്നതാണ്. അത് കിട്ടിയില്ല എന്നുള്ളതിന് അത്രയും കുറവുമല്ലോ. കാരണം കുറേയേറെ പേയ്മെൻറ്റുകൾ കൊടുക്കാനുണ്ടാവും പല മേഖലയിൽ. ഇത് തുറന്ന് തന്നെ ജനങ്ങൾക്ക് അറിയേണ്ടതല്ലേ. കിട്ടാനുള്ളതിൻ്റെ പകുതിയും പണം നിങ്ങൾക്ക് തരാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? കോവിഡ് കാലത്ത് ശമ്പളം കിട്ടാത്ത ആളുകൾ എന്ത് ബുദ്ധിമുട്ടി? കേരളത്തിൽ മാത്രമല്ലേ ശമ്പളം കൊടുത്തുള്ളൂ എന്ന് പറയുന്ന പോലെ തരാനുള്ള പണം പിടിച്ചു വച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു പിടുത്തം വരും. എന്നാലും അത്യാവശ്യമുള്ളൊരു കാര്യത്തിനും കുറവ് വരത്തില്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ വന്നേക്കുന്നത് എല്ലാ മേഖലയിലും. സപ്ലൈകോയുടെ ആയിരുന്നല്ലോ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. സപ്ലൈകോയ്ക്ക് 560 കോടിയോളം രൂപയാണ് മാർച്ച് മാസത്തിൽ മാത്രം കൊടുത്തത്. അതിനകത്ത് 300 ചില്ലാനും കോടി രൂപ നെല്ലിനാണ്. 200 കോടി മാർക്കറ്റ് ഇൻ്റർവെൻഷന് വേണ്ടി മാത്രം, മാർക്കറ്റിലെ വില കുറച്ച് സാധനം കൊടുക്കാൻ. അതിനൊപ്പം ഒരു ഗുണം കൂടി ഉണ്ടായി കേട്ടോ. ഈ പറഞ്ഞ 13,600 വരാതെ 860 കോടിയോളം രൂപ കേന്ദ്ര ഗവൺമെൻറ് നെല്ലെടുത്ത വകയിൽ കൊടുക്കാനുള്ളത് കിട്ടി. നേരത്തെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ?
കണക്ക് കൊടുക്കുന്നില്ല. ശ്രീ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കണക്ക് കൊടുക്കുന്നില്ല, കണക്കില്ല, അക്കൗണ്ടില്ല, അതുകൊണ്ടാണ് പണം തരാത്തത്. പക്ഷേ 860 കോടി കിട്ടി, ഇനിയൊരു 700 ചില്ലാനും കോടി കിട്ടാനുണ്ട്. ഇപ്പോൾ കിട്ടാനുള്ള പണം ഇങ്ങനെ കുറേ കിട്ടാനുണ്ട്, അതൊക്കെ കിട്ടി വരുന്നുണ്ട്. അത് തരേണ്ടതാണെന്നുള്ള വ്യക്തമായല്ലോ. അപ്പോൾ ബുദ്ധിമുട്ട് അങ്ങനെ വരാതെ പോകും. എന്നാൽ ഈ നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും പണം കിട്ടാതിരിക്കുമ്പോൾ പല മേഖലയിലും ഉണ്ട്. എന്നാലും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, ശമ്പളം കൃത്യമായി കൊടുക്കും എന്നുള്ളത് സാധാരണഗതിയിൽ അതിന് തടസ്സം വരേണ്ടതല്ല. ഇവരുടെ ഈ ബുദ്ധിമുട്ട് വന്നുകൊണ്ടാണ്. ഇപ്പോൾ ഏതായാലും അത്തരം കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് വരാതെയും സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. കോടതിയെയോ? കോടതിയെ ആർഗ്യുമെൻ്റ് അല്ല, ഇപ്പോഴും റെക്കോർഡിൽ കിടപ്പുണ്ട്. അല്ല, ഇടക്കാല ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി എങ്ങനെയാണ് കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ കോടതിക്ക് ഇതിനകത്ത് ഭരണഘടനാ ബെഞ്ച് തന്നെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട അതിനകത്ത് അവർ പറഞ്ഞു ബാലൻസ് ഓഫ് കൺവീനിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ടെക്നിക്കൽ വേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിന് ചില ബാലൻസ് ഓഫ് കൺവീനിയൻസ് അവർ പറയുന്നതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് അനുകൂലമായ ചില കാര്യങ്ങളുണ്ട്, സംസ്ഥാനം പറയുന്നതിനകത്ത് ഇന്ന കാര്യമുണ്ട്. ഒറ്റയടിക്ക് അഡമൻ്റായിട്ട് നിൽക്കുകയാണ്. അയ്യോ ഇത് കൊടുക്കല്ലേ എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാൽ പിന്നെയാണല്ലോ കേസും വാദവും വരുന്നത്. ഇൻട്രീം പോലും കൊടുക്കരുത്, അവർ ശ്വാസം മുട്ടിക്കോട്ടെ എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ വിശദമായ കാര്യങ്ങൾ കേൾക്കട്ടെ. എന്നിട്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത സമീപനം എന്താ? കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ ഇവർ പെറ്റീഷൻ കൊടുത്തുകൊണ്ട് ആ പെറ്റീഷൻ പിൻവലിക്കണം. 13,200 കോടിയുടെ 600 കോടിയുടെ അതിനകത്ത് കൊടുക്കാനൊക്കെ ഉണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ കണക്റ്റഡ് വിത്ത് ദ മെയിൻ സ്യൂട്ട്, സോ ദേ ഷുഡ് വിഡ്രോ ദാറ്റ് എന്നാണല്ലോ അവരുടെ വക്കീൽ പറഞ്ഞത്. അതാണ് സമീപനം, കൊടുക്കാനുള്ള തന്നെ തരരുതെന്ന്. അങ്ങനെ വരുമ്പം കോടതിക്ക് ഒരു പരിമിതി വരും. ബോധ്യപ്പെടുത്തലിൻ്റെ പ്രശ്നമല്ല. ഒന്നാം തരം ഞാൻ ആ കേസ് കംപ്ലീറ്റ് നിങ്ങൾ ചിലരും കേട്ടിട്ടുണ്ടാവും, കാരണം ഇപ്പോൾ എല്ലാം നമുക്ക് നേരിട്ട് കേൾക്കാൻ പറ്റും. വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ പ്രാവശ്യത്തിൽ 13,600 കോടി കിട്ടാനുള്ളത് തടഞ്ഞു വെച്ചത് അപ്പോഴേ തന്നെ പറഞ്ഞത്. കാരണം ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ ആയിട്ടുള്ള ഇടപെടലോ അവകാശമുണ്ട്, അതിൻ്റെ പേരിൽ തടയാൻ പാടില്ലെന്ന് കോടതി പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അടുത്തത് പറയുക ഇനി ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പം കോടതിക്ക് പരിമിതി ഉണ്ടാവും, വാദങ്ങൾ നടക്കട്ടെ അവിടെ. അപ്പോൾ അതുകൊണ്ട് ആരും ബോധ്യപ്പെടാത്തതിൻ്റെ പ്രശ്നമല്ല, ഇത് കൊടുക്കരുത് എന്നുള്ള ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് വല്ലാതെ എടുക്കുന്നു.